ബേബി കയ്യിൽ ഉമ്മ കൊടുത്തോ? ബേബിന്റെ ഏട്ടനായി. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സാധനോ സാധനം ഷോഗുഡം ഷോഗുഡു എന്ത് കാണാ ബബ്ലു? ടോയോ? ഹഗ്ഗി വഗ്ഗി അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാർട്ടൂൺ അറിയോ? ഹഗ്ഗി വഗ്ഗി ഇതായിരുന്നു ഡാഡി ലോങ് ലെഗ്സ്. അമ്പ അമ്പ ഫുള്ളിപ്പോ ഈ കാർട്ടൂണില് മുഴുകിയിരിക്കണം അല്ലേ അല്ലേ? ഏ എങ്ങനെ ഹഗ്ഗി വഗ്ഗി നടക്കുക? ക്യാറ്റ്നാപ്പ് ഹഗ്ഗി വഗ്ഗി ഇതാ ഇവിടെ അത് കണ്ടെടുക്ക. അമ്പ ഇങ്ങനെയാണ് ഹഗ്ഗി വഗ്ഗി നടക്കുക അല്ലേ? ഹലോ അച്ഛമ്മേ. കുടിക്കട്ടെ. പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് ചെറുതായിട്ട് പണി കിട്ടും സംഭവം. ഇതെന്താ ലൈവ്? എന്താ കയ്യിലൊരു സ്റ്റിക്കറൊക്കെ? ഓ അതൊക്കെ എന്റെ സ്കിൻ കെയർ. വെറുതെ ഫേസ് കഴുകുക. അയ്യോ പുറത്തിറങ്ങുന്നില്ലല്ലോ, ഞാൻ വെയിലത്തല്ലേ ഫുൾ ടൈം. എന്ത് ചെയ്യാ? ഞാന് നമ്മളൊരു വീഡിയോക്ക് സ്ട്രൈക്ക് കിട്ടിയതാ. അയ്യോ തീരെ പ്രതീക്ഷിച്ചില്ല. കുഞ്ഞിനെ കാണിച്ച ചെറിയൊരു ഭാഗം അര സെക്കൻഡേ ഉള്ളൂ, പക്ഷെ അതിന് സ്ട്രൈക്ക് കിട്ടി. അപ്പൊ അതിങ്ങനെ എന്താ ചെയ്യാന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഫോണ് കുറെ നേരം നോക്കി, ലാപ്ടോപ്പ് നോക്കിയാൽ ശരിയാ പറയാൻ വേണ്ടി ലാപ്ടോപ്പ് തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഈസി കുട്ടൻ ഇതാ അവിടെ നല്ല ഉറക്കാണ്. ഇല്ലേ ഈജിക്കുട്ടൻ ഉറക്കാണ്. ഈജിക്കുട്ടൻ്റെ ഏട്ടൻ എന്താ വേണ്ടത്? ഏട്ടൻ ഒരു ബുക്ക് വേണം. വരയ്ക്കാനാ? വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെന്താ ചിരി? കൊള്ളാലോ. ആള് നല്ല ഉഷാറ് ചിരിയൊക്കെ തന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. ചിലർ പറയും ബബ്ലൂസിൻ്റെ ചിരി കാണാൻ ഞാൻ ചിരിക്കുന്ന പോലെയാന്നുള്ളത്. അങ്ങനെ ആണോന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോയെന്നൊന്ന് പറയണം കേട്ടോ. അങ്ങനെ അതാ നമ്മൾ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. ഇന്നലെ ഞാനൊരു ബിസ്ക്കറ്റ് കഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇന്ന് ഈവനിങ് കഴിക്കാമെന്ന് വിചാരിച്ചത് ഞാൻ അവിടെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ അത് കാണുന്നില്ലേ. അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായത് മനീഷ് ചേട്ടനാണ് ആ ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചതെന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ ചോദിക്കരുത് എവിടെ പോയി ആ ബിസ്ക്കറ്റ്. അപ്പോൾ ആളറിയാത്ത പോലെ നിന്ന്. അപ്പം ഞാൻ ചോദിച്ചപ്പോഴാണ് പറയുന്നത് അത് ഞാൻ ചുമ്മാ എടുത്ത് കഴിച്ചതാന്നുള്ളത്. ഇതൊക്കെ ഞങ്ങളുടെ ഒരു തമാശകളാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഡെലിവറി സമയത്ത് പ്രഗ്നൻസി സമയത്ത് എനിക്ക് ഭയങ്കര ഷുഗർ ക്രേവിങ്സ് ആണ്. ഞങ്ങൾ ഹസ്ബൻഡ് വൈഫും പോലെയല്ലോ കേട്ടോ നിൽക്കല്. നമ്മുടെ വീട്ടിൽ സിബ്ലിങ്സ് എങ്ങനെയാണോ അങ്ങനെയാണ് സാധാരണ നിൽക്കല്. ഞാൻ ഒളിപ്പിച്ച് വെച്ച ബിസ്ക്കറ്റ് ആയിരുന്നു. നമുക്ക് ഓർഡർ ചെയ്യാം. കണ്ടുപിടിച്ചെടുത്തോണ്ട് പോയി. ഓർഡർ ചെയ്യാൻ വേണ്ടി ആലോചിച്ചപ്പോഴാണ് അത് ഏതാ ബിസ്ക്കറ്റ് എന്നുള്ളതിൻ്റെ പേരറിയില്ല കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു അതിൻ്റെ പാക്കറ്റ് അവിടെ ഉണ്ടാവും എന്നുള്ളത്. അപ്പം ഞങ്ങൾ നോക്കിയപ്പോഴാണ് ഈ 50-50 എന്തോ ചീസ് ഡിപ്ഡോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ബിസ്ക്കറ്റാണ്. നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ അത് കഴിച്ചത്. അങ്ങനെ നമ്മൾ ഇൻസ്റ്റാമാർട്ട് നോക്കിയപ്പം അത് ഔട്ട് ഓഫ് ഓർഡറാണ്. അപ്പം നമ്മൾ വിചാരിച്ച് മനീഷേട്ടൻ എന്തായാലും പുറത്ത് സാധനം വാങ്ങാൻ പോകാനുണ്ട്, അപ്പോൾ പോകുന്ന സമയത്ത് വാങ്ങാമെന്നുള്ളത്. അതേപോലെ തന്നെ ബബ്ലൂസിന് ബുക്കും വാങ്ങാനുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് വാങ്ങി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈവനിങ് ടൈം കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുകയാണ്. ഈസിക്കുട്ടൻ ഉറങ്ങുന്ന സമയത്ത് ഞാൻ കുറച്ച് സമയമായിട്ട് ബബ്ലൂസായിട്ട് നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കണ്ടെത്തുട്ടോ. കുറച്ച് സമയം എന്തായാലും ഡെയിലി അവൻ്റെ കൂടെ ഇരിക്കാനും എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനും. ഇപ്പോൾ അവനത് എൻ്റെ കയ്യിൽ എന്തൊക്കെയോ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. കാരണം അവനും ഒരു ടൈം കൊടുക്കണമല്ലോ, അവന് ഒരു മിസ്സിങ് വരരുതല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ മാക്സിമം അത് ഡെയിലി ഒരു സമയമെങ്കിലും അങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അതാ മനീഷേട്ടൻ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. എന്താ നിധി വരയ്ക്കുന്നിത്? കാണിച്ചു കൊടുക്ക്, കൈ മാറ്റി. എന്താ വരച്ചത്? ഇനി കയ്യുള്ള ആള് ഹഗ്ഗി വഗ്ഗിനെ വരയ്ക്കാൻ പോവാ. അപ്പൊ നേരത്തെ വരച്ച ഹഗ്ഗി വഗ്ഗി അല്ലായിരുന്നു, പിന്നെന്തായിരുന്നു? കയ്യുള്ള ആളായിരുന്നു. ഇയാള് എനിക്കും പ്ലാൻ ഒന്നും ഇല്ലാത്ത നമ്മള് 12 മണിയാകുമ്പോഴേക്കും. അതെ, ഇന്ന് എന്റെ ഉറക്കം പോയി. അയ്യോ, ഞങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി ആണ് അല്ലേ? അല്ലേ ജിക്കുട്ടാ? ജിക്കുട്ടനോ? ഞങ്ങൾ നൈറ്റ് ഡ്യൂട്ടിയിലേക്കുള്ള പ്രിപ്പറേഷൻസിലാണ്.
കഴിഞ്ഞൊരു 2 ദിവസമായിട്ട് നല്ല മഴ ആയതുകൊണ്ട് തന്നെ ആളെ ഇങ്ങനെ വെറ്റ് വൈപ്സ് വെച്ച് തുടച്ചെടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നാണ് കേട്ടോ ആളെ കുളിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ആൾ ഈ സമയത്തൊന്നും തീരെ ഉറങ്ങുന്നില്ലായിരുന്നു. ഫുൾ കരച്ചിലും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ കുളിപ്പിച്ചതിന് ശേഷം ആൾ നല്ലൊരു ഉറക്കം ഉറങ്ങുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എൻ്റെ ബാക്കി പണികളൊക്കെ പെട്ടെന്ന് അങ്ങ് തീർക്കാമെന്നുള്ളത്. കുറച്ചധികം ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ തിരുമ്പിയിടാനുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം തിരുമ്പിയിട്ടു. ഈ ഒരു വാഷിംഗ് മെഷീൻ കണ്ടോ, ഈ ഒരു ടോപ്പ് ലോഡ് ആയിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇത് യൂസ് ചെയ്ത് നോക്കുന്നത്. ഞാൻ സെമി ഓട്ടോമാറ്റിക് ആണ് നമ്മുടെ വീട്ടിലുള്ളത്. അതേപോലെ തന്നെ ഞാൻ മുന്നേ ബാംഗ്ലൂരൊക്കെ നിന്നപ്പം ഫ്രണ്ട് ലോഡ് ഓട്ടോമാറ്റിക് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ടോപ്പ് ലോഡ് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്ത് നോക്കുന്നത്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ടോപ്പ് ലോഡാണ് കേട്ടോ. എന്താണെന്നറിയില്ല, മറ്റേ ഫ്രണ്ടിലുള്ളതാവുമ്പോൾ ഫ്രണ്ട് ലോഡാകുമ്പോൾ നമ്മളിങ്ങനെ കുനിഞ്ഞ് നിന്ന് എടുത്ത് ഇതാക്കി അങ്ങനെ കളിക്കണമല്ലോ. പിന്നെ സെമി ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എല്ലാം ആക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒന്നൊന്ന് എടുത്ത് ഡ്രൈയിലേക്ക് ഇട്ട് അങ്ങനെ നമ്മളതിന് ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ. പക്ഷേ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇട്ട് വെച്ചാൽ അതങ്ങോട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആയിക്കോളും. പിന്നെ ടോപ്പ് ലോഡ് ആയതുകൊണ്ട് എടുക്കാനും എളുപ്പമാണ്. നമ്മൾ അവിടെ സ്പേസ് കുറവായതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ടോപ്പ് ലോഡ് ഓട്ടോമാറ്റിക് എടുത്തിരുന്നത്. പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ബബ്ലൂസിൻ്റെ യൂണിഫോമൊക്കെ ഇതാ മെല്ലെ ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇനി നമ്മൾ തിരുമ്പിയ ഡ്രസ്സൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് ഇടാൻ പോവാണ്. ഇത് ഒരു സ്റ്റാൻഡ് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ് കേട്ടോ. നല്ല സ്റ്റാൻഡാണ്. ഈ ഒരു സ്പേസ് കണ്ടോ, ഈ ഒരു ബാൽക്കണി സ്പേസ് നമ്മൾ അത്യാവശ്യം ആറിടുന്നത് ഇവിടെയാണ് കേട്ടോ ഇടുക. അല്ലാത്തത് നമുക്ക് ടെറസിലിടാൻ സ്ഥലമുണ്ട്. അപ്പോൾ അത്യാവശ്യം ആറിടുന്നത് ഇവിടെ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പേസിൽ കൊള്ളുന്ന രീതിക്ക് ഞാനൊരു ഡ്രൈയിങ് സ്റ്റാൻഡ് നോക്കി അങ്ങനെയാണ് ഇതിലെത്തിയത്. അപ്പം ഞാനിത് വാങ്ങിയിട്ട് ഞാനിവിടെ വെക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് എങ്ങനെയാണ് കൊള്ളും, ഓക്കെ ആയിരിക്കുമോ, നല്ലതായിരിക്കുമോ, നമുക്ക് അത്യാവശ്യം ആറിടാനൊക്കെ പറ്റുമോ എന്നുള്ളത്. പക്ഷേ നല്ല സ്റ്റാൻഡാണ് കേട്ടോ. ഞാനിതാ ഇങ്ങനെ ഹാങ്ങേഴ്സിലൊക്കെ തൂക്കിയിട്ട് 2 സൈഡിലും ഇടാറുണ്ട്. അല്ലാതെ ഈ ഒരു കമ്പികൾ കണ്ടോ, അതിലൊക്കെ നമ്മൾ ക്ലോത്ത്സ് ഡ്രൈ ചെയ്യാൻ ഇടാറുണ്ട്. പക്ഷേ അതൊന്നും നമുക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ. നല്ല സ്റ്റാൻഡാണ്. പിന്നെ ഇതിന് 2 സൈഡ് നമുക്ക് താത്തി വെക്കാൻ പറ്റും. ഇപ്പം മൊത്തമായിട്ട് ഇതിൽ ക്ലോത്ത്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് 2 സൈഡും ഇങ്ങനെ താത്തി വെച്ചിട്ട് ഒരു മൂലക്കിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സ്പേസ് നമുക്ക് അവിടെ കിട്ടുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിത് ഒന്നും കൂടി ഇവിടെ ഈ ഒരു സ്പേസിൽ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ചെറുങ്ങനൊരു നനവുണ്ടോയെന്ന് കേട്ടോ ഞാൻ നോക്കുന്നത്. പക്ഷെ അതല്ല, അത് ഈ മഴയും ഒക്കെ ആയതുകൊണ്ട് നമുക്കൊരു തണുപ്പ് തോന്നിയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും വേഗം മടക്കിയൊക്കെ വെക്കാമെന്നുള്ളത്. പറ്റുന്ന അത്രയും പണി ആൾ ഉറങ്ങുന്ന സമയത്ത് തീർത്ത് വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കുകയില്ല. ആൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കരച്ചിലും കാര്യങ്ങളും തന്നെയാവും. ഇപ്പം ആളിതാ നല്ല ഉറക്കമാണ്. ഞാൻ പറഞ്ഞല്ലോ, കുളിപ്പിച്ച് കഴിഞ്ഞ ശേഷം ആൾ നല്ല സുഖത്തിൽ ഉറങ്ങുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ചെറിയൊരു ചിരിയൊക്കെ ഉണ്ടല്ലോ, ചെറിയൊരു ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ ഉറക്കത്തിൽ ചിരിച്ചിട്ട് ഉറങ്ങുകയാണ്. അപ്പം വേഗം കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക മടക്കി വെച്ച് അതൊക്കെ വേഗം നമ്മുടെ വാർഡ്രോബ് കയറ്റി കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ്. അത്രയും പണി തീർന്നു കിട്ടിയാൽ. മറ്റേത് തീർന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു ടെൻഷനാണ്, അയ്യോ അത് ബാക്കിയുണ്ടല്ലോ ഇത് ബാക്കിയുണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ അതൊക്കെ തീർന്നു. ഇത് നമ്മുടെ നോറക്കുട്ടി തന്നതാണ്. നോറക്കുട്ടി തന്നതാണ് നമ്മുടെ ഈ ഒരു സ്ട്രോളർ. സ്പെഷ്യൽ ഗിഫ്റ്റാണ് ഈസി ബേബിക്കുള്ള. നന്ദി മാത്രമല്ലേ. അപ്പോ എവിടെ കിട്ടിയോ കിട്ടി. ബബ്ലുനതാ ബുക്കതാ. അയ്യോ തൊട്ട് തലയിൽ വെക്ക് കണ്ണ. നല്ല ബബുഷാനപ്പ, ഗുഡ് ബോയ്. ചോക്ലേറ്റും കൂടി വന്നു. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. മൊത്തം തീർത്താൽ ഒന്നുകൂടി. അപ്പൊ ഇത് ഇന്നലെ മിത്തേട്ടൻ വന്ന സമയത്തല്ലേ നമ്മള് എടുത്ത് ഫസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടുള്ളത്. എന്താന്നറിയില്ല, ഭയങ്കര ടേസ്റ്റ് തോന്നി. കഴിച്ചിട്ടില്ല അല്ലേ? നല്ല രസമില്ലായിരുന്നു. അമ്മേന്റെ സ്പെഷ്യൽ ചപ്പാത്തി വന്നു. പുട്ടുപൊടി, അജ്മി പുട്ടുപൊടി. ഇത് കണ്ടാ മോന്റെ കലാവിരുതുകൾ. ടാറ്റു ബബുഷ് തന്നെ ടാറ്റു. അതാണ് പറഞ്ഞത്. സെയിം പീച്ച് ബബു തന്നെ ടാറ്റു ആണത്. എന്താ വരയ്ക്കണേ?
പോലെ ഉണ്ടല്ലോ. ആണോ? അല്ല, നോക്കാം, നമുക്ക് ഫിനിഷ് ആയിട്ട് നോക്കാട്ടാ. ഇതാ ഈവനിങ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഈ ഒരു ടൈം ഉണ്ടല്ലോ, നമുക്ക് തോന്നുന്നു കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കാനൊരു ടൈം കിട്ടിയിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആൾ ഈ സമയത്തൊക്കെ കുറച്ച് കരച്ചിലായിരിക്കും. ഇപ്പം ചില കുളിച്ച ദിവസമൊക്കെ ആണെങ്കിലും വൈകുന്നേരം ആവുന്ന സമയത്ത് ഈ ഒരു സമയത്തൊക്കെ എണീറ്റ് ആൾ കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടാവും. കാരണം ആൾക്ക് കുറച്ച് ഗ്യാസിൻ്റെ ട്രബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു ടൈമിൽ ഇന്ന് ആളെന്താണെന്നറിയില്ല, ഇങ്ങനെ ഉറങ്ങി തീർക്കുകയാണ്. അതായത് 2 ദിവസത്തെ ഉറക്ക് ഫുള്ളായിട്ട് ഞാൻ ഇന്ന് ഉറങ്ങി തീർക്കട്ടെ എന്ന് പറയുന്ന ഒരാൾ ഉറങ്ങി തീർക്കുകയാണ്. ഞാൻ കറക്റ്റ് സമയത്ത് അലാറം വെച്ചിട്ട് ഫീഡ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ബേപ്പ് ചെയ്തതിന് ശേഷം ആൾ പിന്നെയും ഉറങ്ങി തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ടൈമിൽ ഞങ്ങൾ വേഗം എന്താ പറയുക, ചായയൊക്കെ കുടിച്ച് സെറ്റായിരിക്കാമെന്ന് വിചാരിച്ച്. ഗസ്റ്റ് വരുമ്പോ എടുക്കാം. ഗസ്റ്റ് വന്നപ്പോ ഞാൻ പൊടിച്ചു വെച്ച് പിന്നെ ഇഷ്ടായി. വീട്ടിലുള്ളവരും കഴിച്ച്. അത് എന്താ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? സാധാരണ ക്രീം ബിസ്ക്കറ്റ് പോലെ അമിതാഭ് ബച്ചൻ ആ ഒരു പരസ്യം തോന്നുന്നില്ലേ? കുറുക്കുറു ക്രഞ്ചി ആയിട്ടുള്ള ക്രീം ബിസ്ക്കറ്റ്. ബാബുക്ക് വേണോ? ബാബുക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അങ്ങനത്തെ ആളെ കഴിക്കാന്നാ വിചാരിച്ചേ. ഇന്ന് വേണ്ട, രാവിലെ കഴിക്കണം. ഓക്കെ, സ്കൂളൊക്കെ കഴിഞ്ഞിട്ട്. ഓക്കെ, എവിടെ വരച്ച് പിക്ചർ കാണിച്ചതാ? നല്ല രസമുണ്ടല്ലോ. ആരായിട്ട്? കിസിമിസി ആണ്. ഓ, ബബ്ബു വരച്ച കിസിമിസി ആണ് ഇത്. നല്ല രസമുണ്ടല്ലോ. ഓക്കെ, വരയ്ക്കാൻ പോകുന്നത് അല്ലേ? ആ ഒരു ക്രഞ്ചി സൗണ്ട് കേട്ടോ. ഈ ഒരു ക്രഞ്ചി ആയിട്ടുള്ളൊരു ക്രീം ബിസ്ക്കറ്റ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ക്രഞ്ചി ആയിട്ടുള്ളൊരു ക്രീം ബിസ്ക്കറ്റ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഇത് ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ ഇങ്ങനെ കണ്ട സമയത്ത് വാങ്ങിച്ചു നോക്കിയതാണ്. പക്ഷെ ഇത് കാണുന്ന പോലെയല്ല ടേസ്റ്റ് ഉണ്ട്. എന്നുവെച്ചാൽ കാണുമ്പോൾ നല്ല ടേസ്റ്റ് അല്ല, കടിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന അരിമുറുക്കിൻ്റെ ടേസ്റ്റ് ആണോ? അരിമുറുക്കിൽ എള്ളിട്ടാലും ഉണ്ടാവും. നോക്കിൽ എള്ളിടോ? അരിമുറുക്കിൽ എള്ളിട്ടുള്ള ഒരു ടേസ്റ്റ്. അങ്ങനെ അധികം മസാല ഒന്നുമില്ല. ചിലപ്പോൾ മസാല വരണ്ട് പിടിക്കില്ല, പക്ഷെ അധികം മസാല ഒന്നുമില്ല. ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള വരയിലാണ് അല്ലേ ബബു ചേട്ടാ? കഴിഞ്ഞില്ല. ഓക്കെ, കഴിയുമ്പോൾ കാണിച്ചു കൊടുക്കാം കേട്ടാ. നെയ്യ് എങ്ങനെയെങ്കിലും എത്തിക്കാൻ വേണ്ടി നമ്മൾ ചപ്പാത്തിയിലൂടെ എത്തിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക അല്ലേ? ബബ്ലൂസിന് കൊടുക്കുന്ന ഫുഡിൽ ഞാൻ ചില കലാപരിപാടികളൊക്കെ ഇടയ്ക്ക് നടത്താറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ചപ്പാത്തി ഇങ്ങനെ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ കത്രിക നല്ലോണം കഴുകി എടുത്തിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആൾക്ക് ഇഷ്ടമാവോ എന്താണെന്നുള്ള അറിയില്ല, എന്നാലും ഞാൻ കുറച്ച് ഭംഗിയായിരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഫുള്ള് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. കണ്ടോ എൻ്റെ എഫേർട്ട് വേസ്റ്റ്. ആള് പറഞ്ഞു അത് മുറിക്കണ്ടായിരുന്നു, ആൾക്ക് വലിയ ചപ്പാത്തി ആയിട്ട് അങ്ങനെ തന്നെ മതി എന്നുള്ളത്. അതടുത്തരേ ഇവിടെ കൈ ഇവിടെ അല്ലേ കഴുകുക? നല്ലതാണോ ചീത്തയാണോ? ചീത്തയാന്ന് തോന്നുന്നുണ്ട്. ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ബ്ലൂബെറി ഞാൻ ഇപ്പോഴാണ് കേട്ടോ കഴിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം ഞാൻ വേറെ എവിടെ നിന്നോ ഒന്ന് ബ്ലൂബെറി ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു, പക്ഷേ എനിക്ക് ടേസ്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കഴിച്ച് നോക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ ഒരു ഷോപ്പിൽ വാങ്ങിയപ്പം അങ്ങനെ അത് കഴിച്ച് നോക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഒരു മധുരമില്ലാത്ത മുന്തിരീൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾ കഴിച്ചപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? ബ്ലൂബെറീൻ്റെ ടേസ്റ്റ് ഇങ്ങനെ തന്നെയാണോ? എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതിനുശേഷം ഈസിക്കട്ടനെ ഞാനിതാ ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മനീഷേൻ്റെ ഒരു വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് എഡിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് മനീഷയുടെ കുഞ്ഞിൻ്റെ ഡയപ്പറൊക്കെ മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ബബ്ലൂസ് ഇതാ ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വന്ന് നിൽക്കാൻ കേട്ടോ. അതാണ് ആൾ കൈ ബാക്കിൽ കെട്ടി നിൽക്കുന്നത്. കാരണം കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നപ്പോൾ കയ്യിൽ ചപ്പാത്തിയൊക്കെ ഉള്ളപ്പോൾ അത് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് മനീഷയുടെ വിചാരിച്ച കയ്യിൽ എന്തോ ഉണ്ടെന്നുള്ള അതാ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു കയ്യിലൊന്നുമില്ല, പക്ഷെ ഉമ്മ വെക്കണം, കൈ ചപ്പാത്തി ഉണ്ട്, അതുകൊണ്ടാണ് ബാക്കിൽ പിടിച്ചതെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ വാ ഞാൻ കൈ കഴുകി തരാമെന്നുള്ളത്. അതല്ല ഷോപ്പ്, ഇതാണ് ഷോപ്പ്. ബേബിന്റെ അടുത്ത് പോവാൻ കൈ കഴുകുക ആണോ? തൊടാനല്ലേ? അപ്പൊ ഒറ്റയ്ക്ക് സ്റ്റൂളൊക്കെ ഇട്ട് കൈ കഴുകി വലിയ കുറ്റിയായപ്പ ആയോ?
ഈ പേരാണ് മെഡിമിക്സ്. അത് അമ്മേന്റെ ഫേസ് വാഷ് സെറാവേ അമ്മ വാങ്ങിയതാ. ആ വീട്ടില് വേറെ ഉണ്ട്. പത വന്നു പത കൈ കഴുകി കാലി. ഒരു ശാനം കാണിച്ചതേ ആയില്ല. ബബിൾസ് ഉണ്ടാക്കാൻ നോക്കിയതാണ് അമ്മ. അപ്പോൾ ഇതാ ഡിന്നറിനായിട്ട് നമുക്ക് പുട്ടും കറിയുമാണ്. ഇത് മനീഷേട്ടൻ എയർ ഫ്രയറിൽ വെച്ചിട്ട് പൊരിച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ. കാരണം മനുഷ്യൻ ഇപ്പോൾ ഡയറ്റൊക്കെ തുടങ്ങിയതിന് ശേഷം മനുഷ്യട്ട് എയർ ഫ്രയറിൽ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും. അങ്ങനെ ഒരു ഫുൾ ഡേ ഉറക്കമൊക്കെ കഴിഞ്ഞ് ആളിതാ ഇങ്ങോട്ട് എണീറ്റിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ആളെ എടുക്കാൻ പോവാണ്. ഇനി ഫുൾ നൈറ്റ് ഫുള്ള് എനിക്ക് ഡ്യൂട്ടിയാണ്. അപ്പം ആളുടെ കാര്യങ്ങളും പിന്നെ ഫീഡ് ചെയ്യുന്നതും പിന്നെ ആളെ കരയുമ്പോൾ ഇതാക്കുന്നതും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ശേഷമുള്ള ഒന്നും എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നൈറ്റ് നല്ല ലേറ്റായി കഴിഞ്ഞു. അപ്പോൾ ആളിതാ ഒരു ഉറക്ക് പിന്നെ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഈ ഒരു ഉറക്കം അധിക സമയം ഉണ്ടാവില്ല കേട്ടോ, മാക്സിമം ഒരു 1 hour ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാനും ഉറങ്ങാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഈസിക്കുട്ടന് രാത്രി ലൈറ്റ്സ് ഇല്ലെങ്കിൽ അപ്പം കരയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം റൂമിലുള്ള ഒരു ചെറിയ സ്പോട്ട് ലൈറ്റ് ഇട്ട് വെച്ചിട്ടായിരുന്നു ഞങ്ങൾ കിടന്നുറങ്ങുള്ളത്. പക്ഷെ അതിന് കുറച്ച് ലൈറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ അങ്ങനെ ബബ്ലൂസിന് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിയൊരു ലൈറ്റായിരുന്നു ഈ ഒരു ലാമ്പ്. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ ആ ഒരു ലാമ്പ് ഇട്ടിട്ടാണ് കിടന്നുറങ്ങുന്നത്. പക്ഷേ നല്ല രസമാണ് കേട്ടോ റൂം കാണാൻ വേണ്ടിയിട്ട്. ആ ലാമ്പ് ഇട്ട് കഴിയുമ്പം നല്ലൊരു ഭംഗിയാണ്, ഒരു റെയിൻബോ ലൈറ്റ് പോലെയാണ് ആ ഒരു ലാമ്പ്. അപ്പോൾ ഈസിക്കുട്ടനാണെങ്കിലും ആ ഒരു ലൈറ്റ് ആയതുകൊണ്ട് കുറച്ച് ഡിം ആയതുകൊണ്ട് ആളും ഓക്കെയാണ്. പിന്നെ ഞങ്ങൾക്കും ഉറങ്ങാൻ വേണ്ടിയിട്ട് നല്ല സുഖമാണ് ഒരു ഡിം ലൈറ്റ് ആയതുകൊണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ഒരു നൈറ്റ്, ഈവനിങ് ടു നൈറ്റ് ഇത് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമായിട്ട് വ്ളോഗൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വ്ളോഗ്സൊക്കെ ഇഷ്ടമാണെന്നൊന്ന് പറയണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെല്ലാവരും ഹാപ്പി ആയിരിക്കുക. ബൈ.